കേരളത്തിലെ ആയുർവേദ പാരമ്പര്യം ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി ഗ്രാമപഞ്ചായത്ത് പന്തക്കപ്പാറയിൽ നിർമ്മിച്ച ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം മുതൽ പ്രാദേശിക ഡിസ്പെൻസറികളിൽ വരെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട്. അലോപ്പതി ചികിത്സാ രംഗത്തും സർക്കാർ സമാനമായ ഇടപെടലുകളാണ് നടത്തിയത്. പരമ്പരാഗതമായി ആരോഗ്യരംഗത്ത് മുൻപന്തിയിലായിരുന്ന സംസ്ഥാനം ഒരു ഘട്ടത്തിൽ വളരെ പിന്നാക്കം പോയി. എന്നാൽ 2016 അധികാരത്തിലെത്തിയ സർക്കാർ ആരോഗ്യരംഗത്തെ വീണ്ടും മികവിന്റെ പാതയിലെത്തിച്ചു. ഇക്കാര്യത്തിൽ ആർദ്രം മിഷൻ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ തലത്തിൽ വലിയ തോതിലുള്ള ആയുർദൈർഘ്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ലോക ശരാശരിയേക്കാളും കൂടുതലാണ് നമ്മുടെ ആയുർദൈർഘ്യം. ഇതിനെല്ലാം ഇടയാക്കിയത് നമ്മുടെ ആരോഗ്യരംഗത്തെ ഫലപ്രദമായ ഇടപെടലാണ് ഒന്ന്. അതോടൊപ്പമുള്ള മറ്റ് ഘടകങ്ങളെല്ലാം കൂടിയുണ്ട്. എല്ലാ വിശദാംശങ്ങളിലേക്കും ഇപ്പോൾ ഈ വേദി ഉപയോഗിച്ച് ഞാൻ പോകുന്നില്ല. എല്ലാം കൂടി ചേർന്നുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നത്. 6 കോടി രൂപ ചെലവിലാണ് പിണറായി പന്തക്കപ്പാറയിൽ ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. ആശുപത്രിയിൽ കിടത്തി ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിലാണ് 30 കിടക്കകളുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷെർലി, ജില്ലാ പഞ്ചായത്ത് അംഗം അനുശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ജസീന, വാർഡ് അംഗം എ സിറീന, ഡിഒമൊ DC ദീപ്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.